കർത്താവിന്റെ നാമം ഈ പ്രഭാതത്തിലും വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ സ്തുതി, ആരാധനകളും ബഹുമാനങ്ങളും അത്യുന്നതനായ ദൈവത്തിന് അർപ്പിക്കുമ്പോൾ ദൈവകൃപയുടെ പഠനം ഓരോ ദിവസം കഴിയുന്തോറും അതിന്റെ ശ്രേഷ്ഠതയിലേക്ക്, പുതിയ മാനങ്ങളിലേക്ക് കൃപയുടെ ഓരോ വാതിൽ ദൈവം തുറന്നു നൽകി ദൈവമഹത്വത്തിലേക്ക് നമ്മെ ആനയിക്കുന്ന കൃപയുടെ ബഹുവിധമായ വ്യാപ്തിയും അതിന്റെ നീളവും അതിന്റെ ഉയരവും അതിന്റെ ആഴവും ഇന്ന് നാം ഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പാടിൽ അനേക ദൈവിക മർമ്മങ്ങളെ വെളിപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. നിശ്ചയമായും ഇതൊരു സദ്വാർത്തയാണ്, നിങ്ങൾക്കൊരു പുതിയ ഉൾക്കാഴ്ചയാണ്. വിശ്വാസ ജീവിതം ജയകരമായി തീരുവാൻ പരിശ്രമങ്ങളില്ലാതെ എപ്പോഴും കർത്താവിൽ ആശ്രയിക്കുവാനും വിശ്രമിക്കുവാനും രണ്ട് പദങ്ങളാണ് പറഞ്ഞത്, ആശ്രയവും വിശ്രമവും. പ്രിയമുള്ളവരെ, ഇത് രണ്ടും നിങ്ങൾക്ക് നൽകുന്നത് ഒരു സ്വസ്ഥതയാണ്. ആ ദൈവികമായ സ്വസ്ഥതയിലേക്ക് കൃപ നിങ്ങളെ കൊണ്ടെത്തിക്കുന്നു. ഇനി വീണ്ടും റോമാലേഖനത്തിൽ നാം കുറച്ചുകൂടെ വിഷയങ്ങൾ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നത് ഞാൻ ഈ പ്രഭാതത്തിൽ നിങ്ങളുമായി പങ്കുവെക്കട്ടെ. 4-ാം അധ്യായം 4-5 വാക്യങ്ങളിൽ നാം ഇങ്ങനെ കാണുന്നു, എന്നാൽ പ്രവർത്തിക്കുന്നതിന് കൂലി കണക്കിടുന്നത് കൃപയായിട്ടല്ല, കടമായിട്ടത്ര. പ്രവർത്തിക്കാത്തവൻ എങ്കിലും അഭക്തനെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവനോ അവന്റെ വിശ്വാസം നീതിയായി കണക്കിടുന്നു. റോമാലേഖനത്തിന്റെ ഏറ്റവും ശക്തമായ പ്രമേയം എന്ന് പറയുന്നത് നീതി, നീതിമാൻ, നീതീകരണം എന്നുള്ള വിഷയമാണ്. ഈ വിഷയം പഠിക്കുമ്പോൾ കൃപയെ കൂടാതെ നമുക്ക് ഈ 3 വിഷയങ്ങളെയും തൊടുവാൻ കഴിയത്തില്ല. നാം മനസ്സിലാക്കിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പഠനം എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്നുള്ള ആശയം റോമാലേഖനം ശക്തമായി ഊന്നൽ നൽകി നമ്മെ പ്രബോധിപ്പിക്കുമ്പോൾ കൃപയെ അവഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ കൃപയെ നിസ്സാരമായി കണ്ടുകൊണ്ട് കൃപയെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ വചനത്തെ നമുക്ക് പഠിക്കുവാൻ കഴിയത്തില്ല. റോമാലേഖനം പ്രാധാന്യം നൽകുന്നത് നീതിമാനാണ്. അപ്പോൾ തന്നെ ആ നീതി വിശ്വാസത്തിലുള്ള നീതിയാണ്. ദൈവമാണ് നീതീകരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ വചനങ്ങളിലെ സത്യങ്ങൾ നാം മനസ്സിലാക്കുക. ഒരു മനുഷ്യൻ ജോലി ചെയ്തിട്ട് അവന് കൂലി വാങ്ങുമ്പോൾ ജോലി ചെയ്യിച്ചവൻ അവനോട് കടപ്പെട്ടിരിക്കുന്നതാണ് താൻ വാങ്ങുന്നത്. അത് കടമാണ്, കൃപയല്ല. ഒന്നുകൂടി വ്യക്തമാക്കാം. ഒരു അധ്വാനത്തിന് ശേഷം കൂലിക്കാരന് അതിന്റെ ഉടമസ്ഥൻ താൻ ചെയ്ത പ്രവൃത്തിക്ക് അതിന് കൂലി കണക്കിടുന്നത് ഒരിക്കലും കൃപയല്ല, കരുണയല്ല, ദാനമല്ല. പിന്നെ അതെന്താണ്? അത് അർഹതപ്പെട്ടതാണ്, അത് കടമാണ്, അംഗീകാരമാണ്. താൻ ചെയ്യുന്ന ജോലിക്ക് താൻ അതിന്റെ പ്രതിഫലം വാങ്ങും. ഒരു യജമാനൻ ഒരു ദാസനോട് നിശ്ചിത സമയത്തേക്ക് ഒരു കരാറിന്റെ എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിൽ ഇത്ര തുക പറഞ്ഞ് ആ കൂലിയുടെ പ്രതിഫലം ഉറപ്പിക്കുമ്പോൾ അത് ചെയ്തതിനാണ്, തന്റെ അധ്വാനത്തിനാണ് താൻ ആ പ്രതിഫലം വാങ്ങുന്നത്. ആകയാൽ പ്രിയരെ, ദൈവത്തിന്റെ രക്ഷയെ സംബന്ധിച്ചുള്ള സത്യം ഇങ്ങനെയല്ല. എങ്ങനെയല്ല? അത് കടമായിട്ടല്ല, അത് കൃപയായിട്ടാണ്. പ്രവർത്തിക്കുന്നതിന് കൂലി കണക്കിടുന്നത് കൃപയായിട്ടല്ല, നാം പഠിച്ചു കഴിഞ്ഞു, കടമായിട്ടാണ്. പക്ഷെ ഇവിടെ പ്രവർത്തിക്കാത്തവൻ എങ്കിലും അഭക്തനെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവനോ അവന്റെ വിശ്വാസം നീതിയായി കണക്കിടും. ഈ യാഥാർത്ഥ്യം നാം കേൾക്കുമ്പോൾ നമുക്ക് വളരെ ആശ്ചര്യം ഉളവാകും. പ്രവർത്തിക്കാത്തവനെ ദൈവം രക്ഷിക്കുന്നു. രക്ഷ സമ്പാദിക്കുന്നതിനോ അതിനുള്ള യോഗ്യത നേടുന്നതിനോ ശ്രമിക്കാത്തവൻ എന്നാൽ സൗജന്യദാനമായി അത് അവൻ പ്രാപിക്കും. പ്രവർത്തിക്കാതിരിക്കുന്നതിലാണ് ഒരുവൻ ദൈവത്തിന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നത്. നമ്മളെ വീണ്ടും ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വസ്തുതയാണ്, അഭക്തരായവരെ മാത്രമാണ് ദൈവം രക്ഷിക്കുന്നത് എന്നതാണ്. നല്ല ആളുകളെ അല്ല, തങ്ങളാലാവത് നല്ല സൽപ്രവൃത്തികളും യോഗ്യതകളും ശ്രേഷ്ഠമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരെയുമല്ല, പിന്നെയോ തങ്ങൾ അഭക്തരാകുന്നു എന്ന് സമ്മതിക്കുവാൻ മനസ്സുള്ളവരെ ദൈവം രക്ഷിക്കുന്നു. അതായത് അനുഭവിക്കുന്ന മനുഷ്യരെ ദൈവം രക്ഷിക്കുന്നു. അതുകൊണ്ടാണ് ഇവിടെ ഒരു പദം ഈ വാക്യത്തിൽ നമുക്ക് വ്യക്തമായിട്ട് അടിവരയിട്ട് തന്നെ മനസ്സിലാക്കേണ്ട ഒരു പദമാണ് വിശ്വസിക്കുന്നവനോ അവൻ വിശ്വാസം. വിശ്വസിക്കുക എന്ന പദം നാം പ്രത്യേകം ശ്രദ്ധിക്കണം. വളരെ സുപ്രധാനമായ ഒരു പദമാണ്. ഈ പദത്തിന്റെ അർത്ഥം ഇല്ലാത്ത കാര്യങ്ങൾ എന്നല്ല, കാണാത്ത കാര്യം. വിശ്വാസം എന്നതും ആശിക്കുന്നതിന് ഉറപ്പും കാണാത്ത കാര്യം കൊണ്ട് നമ്മുടെ ഈ കണ്ണുകൊണ്ട് കാണുന്നില്ലെന്നേ ഉള്ളൂ. അത് ദൈവത്തുള്ള സമ്പൂർണമായ ആശ്രയത്തെ, വിശ്വാസത്തെ, ഉറപ്പിനെ, അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുക എന്നതിന്റെ അർത്ഥം ഞാൻ എനിക്ക് പകരമായി എന്റെ രക്ഷയ്ക്ക് വേണ്ടി ശിക്ഷിക്കപ്പെട്ട, എന്റെ തകർച്ചകളെ മാറ്റുവാൻ എനിക്ക് വേണ്ടി തകർക്കപ്പെട്ട, ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് എനിക്ക് വേണ്ടി മരിച്ച, എന്റെ പാപത്തിന്റെ ശമ്പളം ഏറ്റെടുത്ത് എനിക്ക് വേണ്ടി പ്രായശ്ചിത്തമായി തീർന്ന, ഞാൻ ശിക്ഷിക്കപ്പെട്ട സ്ഥാനത്ത് എനിക്ക് വേണ്ടി അടിയേറ്റ എന്റെ പകരക്കാരനായ ക്രിസ്തു എന്റെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു. ആ മരണത്തിൽ കൂടി എന്റെ മേലുള്ള ശിക്ഷാവിധി ക്രിസ്തു കാൽവറിയിലൂടെ അതിന് വില നൽകി എന്നെ വീണ്ടെടുത്തു. ആ ക്രിസ്തുവിനെ എന്റെ രക്ഷകനായി ഞാൻ ഹൃദയത്തിൽ സ്വീകരിക്കുക. അവിടെയാണ് വിശ്വാസം എന്ന മീഡിയം. കർത്താവ് പ്രവർത്തിച്ചു, ഞാൻ വിശ്വസിച്ചു. കർത്താവ് സകലതും സ്വീകരിച്ചു, ഞാൻ യോഗ്യത ഉള്ളവനായി തീർന്നു. കർത്താവ് എനിക്ക് വേണ്ടി പാപമായി, ഞാൻ നീതിമാനായി. കർത്താവ് ശിക്ഷിക്കപ്പെട്ടു, ഞാൻ രക്ഷിക്കപ്പെട്ടു. കർത്താവ് മുറിക്കപ്പെട്ടു, ഞാൻ വിടുവിക്കപ്പെട്ടു. കർത്താവ് ശാപമായി, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടു. കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു, ഞാൻ ജീവിച്ചു. എന്റെ യേശു എനിക്ക് വേണ്ടി വ്യസനം മാത്രമായി തീർന്നു. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിൽ സന്തോഷിക്കുന്നു. തന്റെ ദേഹമെന്ന തിരിശൂല എനിക്ക് വേണ്ടി രണ്ടായി കീറി ഞാൻ ദൈവസന്നിധിയിലേക്ക് പ്രവേശിച്ചു. യേശു എനിക്ക് വേണ്ടി
അടിയേറ്റു, ഞാൻ വിശ്വാസത്താൽ രോഗസൗഖ്യങ്ങളെ പ്രാപിക്കും. അടി കർത്താവിനും സൗഖ്യം എനിക്കും, ശിക്ഷ കർത്താവിനും രക്ഷ എനിക്കും, തിരസ്കരണം കർത്താവിനും അംഗീകാരം എനിക്കും, നിന്ന കർത്താവിനും മാന്യത എനിക്കും. മരത്തിന്മേൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവൻ. യേശു ശാപങ്ങൾ ഏറ്റെടുത്തു. ഞാൻ ന്യായപ്രമാണത്തിന്റെയും പാരമ്പര്യ ശാപങ്ങളുടെയും എല്ലാ ബന്ധനങ്ങളിൽ നിന്ന് ഞാൻ വിടുവിക്കപ്പെടും. പ്രിയമുള്ളവരെ, മനുഷ്യന്റെ പാപത്തിന്റെ പിഴ കൊടുക്കുന്ന ഏക മധ്യസ്ഥൻ യേശു. ഈ യേശുവിനെ എന്റെ രക്ഷകനായി കൈക്കൊള്ളുന്നതിലൂടെ, സ്വീകരിക്കുന്നതിലൂടെ, സ്വർഗത്തിലേക്കുള്ള ഏക വഴിയായ ക്രിസ്തുവിൽ ഞാൻ പ്രത്യാശ വെക്കുന്നതിലൂടെ വിശ്വാസത്തിലുള്ള നീതി എന്റെ മേൽ കണക്കിടുക. ഇതൊരു യാഥാർത്ഥ്യമാണ്, സത്യമാണ്. ഇത് തിരിച്ചറിയുന്നതാണ് നിങ്ങളുടെ രക്ഷയുടെ സന്തോഷമെന്ന് പറയും. ഒരിക്കലും തെറ്റുപറ്റാത്ത ദൈവവചനത്തിലാണ് നിങ്ങൾ ആശ്രയിക്കുന്നെങ്കിൽ പ്രിയമുള്ളവരെ, നിശ്ചയമായും ഇന്നത്തെ ദിവസം ഈ സൗഖ്യത്തിൽ, ഈ ജയത്തിൽ, ഈ വിടുതലിൽ, ഈ അനുഗ്രഹത്തിൽ നിങ്ങൾ ജീവിക്കുവാൻ കർത്താവ് നിങ്ങൾ കൃപ നൽകും. അതുകൊണ്ട് അധ്വാനിച്ച് ക്ഷീണിച്ചവരെ, ഭാരം ചുമന്ന് കഷ്ടപ്പെടുന്നവരെ, നമ്മുടെ പരിശ്രമവും കഠിനാധ്വാനവും നമ്മുടെ പോരാട്ടങ്ങളും അവസാനിപ്പിക്കുന്നിടത്ത് ദൈവം ചെയ്ത കാര്യങ്ങളെ കുറിച്ചുള്ള പ്രവൃത്തി, ആ പ്രവൃത്തി നിങ്ങൾ വിശ്വാസത്തിൽ മുറുകെ പിടിക്കും. ഒരു കാര്യം കൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കാം. പ്രവൃത്തി എന്ന് പറയുന്നത് മരിക്കുന്ന കാര്യമാണ്. പ്രവൃത്തി മരണത്തിൽ അവസാനിക്കും. എല്ലാ പ്രവൃത്തികളും മരണം കൊണ്ട് അവസാനിക്കും. നിങ്ങളുടെ മരണത്തിനേറ്റ പ്രവൃത്തികൾ യേശുവിന്റെ പാദത്തിൽ താഴ്ത്തി സമർപ്പിക്കും. കാരണം അവൻ പ്രവർത്തിച്ചു. അതുകൊണ്ടാണ് ക്രൂശിൽ കേട്ട അവസാന ശബ്ദം, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. എല്ലാം നിവൃത്തി. നിശ്ചയമായും സകലവും നിവൃത്തിയായി. ഇനി നിങ്ങൾ പറയൂ, നിങ്ങളുടെ പ്രവൃത്തി കൊണ്ടാണോ, നിങ്ങളുടെ അധ്വാനം കൊണ്ടാണോ, നിങ്ങളുടെ യോഗ്യത കൊണ്ടാണോ, അതാ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളിൽ, ആ വിഷയങ്ങളിലുള്ള നിങ്ങളുടെ സമ്പൂർണ്ണ ആശ്രയം, അവിടെ നിങ്ങളുടെ പരിശ്രമങ്ങൾ നിലയ്ക്കുന്നു, കഠിനതകൾ അവസാനിക്കുന്നു, ഭാരങ്ങൾ തീരുന്നു, അധ്വാനങ്ങൾ ഇല്ലാതാകുന്നു. ഇതാണ് കൃപ. കർത്താവ് എല്ലാം ചെയ്തു, ദാനമായി ഞാൻ സ്വീകരിക്കും. വില മുടക്കിയത് ക്രിസ്തുവാണ്. പക്ഷേ അത് കരസ്ഥമാക്കിയത് എനിക്ക് വിശ്വാസത്താൽ എന്റെ മേൽ അത് കണക്കെടുക്കുകയായി. പ്രൈസ്തലം. പൂർണ്ണമായി ഈ വചനങ്ങൾ ഈ പ്രഭാതത്തിൽ നമുക്ക് ഉൾക്കൊള്ളാം. വീണ്ടും വീണ്ടും മെസ്സേജുകൾ കേട്ടാട്ടെ. ദൈവം ധാരാളം കാര്യം നിങ്ങളോട് സംസാരിക്കും. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കും. ഗോഡ് ബ്ലെസ് യു.